എന്ത് ചെയ്യാനൊക്കെ എന്ന് പറ. നമ്മൾ അങ്ങനെ ആയിപ്പോയി. നമ്മൾ ഭാരതീയർ മൊത്തത്തിൽ അങ്ങനെ ആയിപ്പോയി. ചിലരിവിടെ വന്നിട്ട് നമ്മളടുത്ത് ഹിന്ദുമതം 250 വർഷം മുമ്പ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ചിലര് വന്നിട്ട് 10,000 വർഷം മുമ്പ് അങ്ങാണ്ട് പാഴ്സികൾ വന്നിട്ട് പേർഷ്യക്കാരിട്ട പേരാണ്. സിന്ധു നദീതട നാഗരികതത്തിന് സിന്ധുക്കൾ എന്ന് പറയാൻ പറ്റാതെ സാകാരം വരാത്തതുകൊണ്ട് ഹാകാരം ചേർത്ത് ഹിന്ദു എന്ന് പറഞ്ഞു. ഹിന്ദു എന്ന മതം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അവിടെയാണ് നിങ്ങളുടെയൊക്കെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം ഒക്കെ നിലനിൽക്കുന്നത്. എനിവേ, അതൊന്നുമല്ല. ഈ സിന്ധു നദീതട നാഗരികതയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ശിവലിംഗങ്ങൾ, സിന്ദൂരം, വിളക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്നത് വെച്ചിട്ടാണ് 14,500 വർഷം പഴക്കം ഈ മതവിശ്വാസത്തിന്, അല്ലെങ്കിൽ ഈ ഒരു ബഹുദൈവ വിഗ്രഹാരാധന വിശ്വാസത്തിന് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇതിന്റെ ഇടയിൽ കയറി വന്നവർക്ക് ചിലപ്പോൾ ഇതൊക്കെ തെറ്റാണെന്നും മോശമാണെന്നും തോന്നും. ഈ ഇടയിൽ കയറി വന്നവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന നിങ്ങളുടെ സ്വന്തം നാടുകളിൽ പോലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, 2000, 3000, 4000, 5000 വർഷം മുമ്പ് നിലനിന്നിരുന്ന സാധനം തന്നെയാണ് ബഹുദൈവ വിശ്വാസം, വിഗ്രഹാരാധന. മനുഷ്യർ പ്രധാനമായും പ്രകൃതിയെ ഭയപ്പെടുകയും പ്രകൃതിയെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നതാണ് ഇടി, മിന്നൽ, മഴ, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയവയെ ആരാധിക്കുന്നത്. അത് ഇറ്റലിയിലുണ്ടായിരുന്നു, പഴയ റോമായിരുന്ന കാലഘട്ടത്തിൽ. ഫ്രാൻസിലുണ്ടായിരുന്നു, ജർമ്മനിയിലുണ്ടായിരുന്നു തോർ എന്ന ദൈവത്തെ ആരാധിക്കുന്നവർ. ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയിലും ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ത്യയിൽ അത് നശിച്ചില്ല, അവിടങ്ങളിൽ അത് നശിച്ചു. അപ്പോൾ പറയും നമ്മൾ അവിടെ നിന്ന് കോപ്പി അടിച്ചാണ്, നമ്മൾ ഇവിടെ നിന്ന് കോപ്പി അടിച്ചാണ്. അങ്ങനെ ഇത് കോപ്പി അടിക്കാൻ പറ്റൂല. എല്ലായിടത്തും ഉണ്ടായിരുന്നു തന്നെയാണ്. നമ്മൾ തന്നെയായിരുന്നു അതെല്ലാം. എല്ലാവരും ബഹുദൈവ വിശ്വാസികളും വിഗ്രഹാരാധകരും ഒക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ചില വിശ്വാസങ്ങൾ അങ്ങോട്ട് മുറുക്കെ പിടിക്കും. ലോകത്തിൽ ഏറ്റവും മോശപ്പെട്ട ജാതി വ്യവസ്ഥ എന്നൊക്കെ പറയുമ്പോഴും ഇതിന്റെ പേരും പറഞ്ഞ് ഇത്രയും കാലം ഇവിടെ കിടന്ന് ഓടിയിട്ടും സ്റ്റിൽ നൗ ഈ 2026 പോലും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ സിന്ധു നദീതട നാഗരികത, ധോളവീരയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇപ്പോഴും നമ്മൾ നിലനിർത്തി പോകുന്നു. അതിൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, ഒരു നേരമെങ്കിലും അന്നം തരുന്നവനെ ദൈവമായി കാണുന്നൊരു സ്വഭാവം നമുക്കെല്ലാം ഉണ്ട്. ദൈവം ഭൂമിയിലുള്ളതാണ് എന്നൊരു ചിന്തയും നമുക്കുണ്ട്. അഹം ബ്രഹ്മാസ്മി. ഓരോ മനുഷ്യന്റെ ഉള്ളിലും ദൈവം ഇരിക്കുന്നു എന്ന സങ്കല്പമുണ്ട്. ഇതിന്റെ എക്സാക്ട് വിപരീതമാണ് കേട്ടോ നമ്മുടെ ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് പറയാതിരിക്കാൻ തരമില്ല. എനിവേ, ആ ജാതി വ്യവസ്ഥ എന്ന കീടത്തെ നമ്മൾ പുറന്തള്ളും. നമ്മൾ ഇവിടെ ശക്തമായി നിലകൊള്ളും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, കടലിനെ അമ്മയായി കാണുന്നു, പർവ്വതങ്ങളെ ദേവിയായി കാണുന്നു, ഭൂമിയെ ദേവിയായി കാണുന്നു. അങ്ങനെ അമ്മയായിട്ടൊക്കെ നമ്മൾ കാണുന്ന ഒരുപാട് സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗോമാതാവ്. പശുവിനെ അമ്മയായി കാണുന്നു. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും, അച്ഛൻ എന്താ കാളയാണോ എന്ന് ചോദിക്കും. പള്ളിയിലെ പുരോഹിതനെ അച്ഛാന്ന് വിളിക്കുന്നവനും അമ്മയെ ഭോഗിക്കുന്നതിനേക്കാൾ പാപമാണ് ശിർക്ക് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നവനും എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. മാത്രവുമല്ല, 4ാം മതമായ കമ്മ്യൂണിസ്റ്റ് മതത്തിൽ നിങ്ങളുടെ സ്വന്തം ദൈവങ്ങളെയും നിങ്ങളുടെ സ്വന്തം ക്ഷേത്രമായ AKG സെന്ററിനെയും ആരെങ്കിലും തൊടുകയോ ചോദ്യം ചെയ്താലോ അപ്പോൾ പൊള്ളുകയും ഹൃദയം തകരുകയും മതവ്രണം പൊട്ടി ഒലിക്കുകയും ചെയ്യുന്ന 4ാം മതത്തിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരും ചോദ്യം ചെയ്യാൻ വരണ്ട. ആദ്യം നിങ്ങൾക്കൊക്കെ മതവികാരങ്ങൾ ഇല്ലാതെ വരട്ടെ, അപ്പോൾ എൻ്റെ മതവികാരം നിങ്ങൾക്ക് ധൈര്യമായി ചോദ്യം ചെയ്യാം, ഞാൻ നിന്ന് തരാം. എനിവേ, ആ പറഞ്ഞ 3 ഈ ഗണത്തിലോട്ട് വരണ്ട. അപ്പോൾ ഇനി അഥവാ കമന്റ് ഇട്ടേ മതിയാവുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതങ്ങ് ഓർത്താൽ മതി കേട്ടോ. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഗോവധ നിരോധന നിയമം കൊണ്ടുവന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ അതിലൊരു സന്തോഷവാനായത്. കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ 96% സാക്ഷരത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ആൾക്കാർക്ക് ബീഫ് എന്ന് പറഞ്ഞാൽ പോത്താണ് എന്നുള്ളതും ആ പോത്തിന്റെ ഇറച്ചിയാണ് എന്നുള്ളത് ഇതുവരെ മനസ്സിലാകാത്തൊരു കാര്യമാണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ബീഫിന്റെ കാര്യത്തിൽ റെക്കോർഡ് വരുമാനങ്ങൾ നേടുന്ന സംസ്ഥാനങ്ങളാണ്. ചില സമയങ്ങളിൽ ഇന്ത്യൻ ബീഫ് ലോക മാർക്കറ്റ് തന്നെ കീഴടക്കുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പലരും ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ വിവരം കെട്ട മലയാളികളുണ്ടല്ലോ ഈ കൂട്ടത്തിൽ, നമ്മൾ 96% സാക്ഷരത ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ 96%-ൽ 90% ഈ വിവരമില്ലാത്ത കുറെ കഴുതകളുണ്ട്. ഇവന്മാരുടെ ഇപ്പോഴും ഉള്ള വിചാരം ബീഫ് എന്ന് പറഞ്ഞാൽ പശുവാണെന്നാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബീഫ് എന്ന ഇറച്ചിയുടെ കാറ്റഗറിയിൽ ഈ മൃഗങ്ങളെ എല്ലാത്തിനെയും അറുക്കാറുണ്ട്. പോത്ത്, എരുമ, കാള, പശു, ക്ടാവ്, കന്നുകുട്ടി സകലതിനെ അറുക്കാറുണ്ട്. ഒരു അത്യാവശ്യം വന്നാൽ ഇറച്ചി തികഞ്ഞില്ലെങ്കിൽ പശു കുട്ടികളെ വരെ അറുക്കാറുമുണ്ട്. തമിഴ്നാട്ടിൽ ഒരു ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. ജസ്റ്റിസ് GR സ്വാമിനാഥൻ, ജസ്റ്റിസ് V ലക്ഷ്മി നാരായണൻ എന്നിവരുടെ അവധിക്കാല ബെഞ്ചാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കോയമ്പത്തൂർ സ്വദേശിയായ ഹിന്ദു മക്കൾ കക്ഷിയുടെ ഭാരവാഹിയായിട്ടുള്ള K സൂര്യപ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത ഹർജിയിന്മേലാണ് ഇപ്പോൾ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. ഗോവധ നിരോധനം നടപ്പിലാക്കണം. കുറെ നിബന്ധനകളൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ കേരളത്തിലെ എല്ലാ സൈബർ ഹാൻഡിലുകളും ഓഫാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ ടീമിന്റെയും സുഡാപ്പി മുസ്ലിം ലീഗ് ടീമിന്റെയൊക്കെ സൈബർ ഹാൻഡിലുകൾ ഓഫാണ്. കാരണം വേറൊന്നുമല്ല, കൃത്യമായി ഗോവധ നിരോധനം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ
2026 മെയ് 27-നാണ് ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് ബക്രീദുമായി ബന്ധപ്പെട്ട് അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക ഷെഡുകളിലെല്ലാം തന്നെ കോയമ്പത്തൂരിൽ വ്യാപകമായി പശുക്കളെ അറുക്കുന്നുണ്ട് എന്നും അനധികൃതമാണ് ഈ ചെയ്യുന്നതെന്നും കോടതിയെ ധരിപ്പിക്കുകയായിരുന്നു പെറ്റീഷണറുടെ ഉദ്ദേശം. പക്ഷെ കോടതി രണ്ടുപടി മുന്നിൽ കയറി നിന്നു. 1976 ഓഗസ്റ്റ് 30-ന് തമിഴ്നാട് സർക്കാർ ഇറക്കിയ ഗോവധ നിരോധന ഉത്തരവിനെ സംബന്ധിച്ച് ഹൈക്കോടതി ഒന്ന് ഓർമ്മിപ്പിച്ചപ്പോഴാണ് തമിഴന്മാർ വരെ ഞെട്ടിയത്. ആഹാ, തമിഴന്മാർ ഹിന്ദുക്കളെ അല്ല എന്നും ഉത്തരേന്ത്യക്കാരല്ല ദക്ഷിണേന്ത്യക്കാരെന്നും ദ്രാവിഡന്മാർ വേറെയാണ്, ആര്യന്മാർ വേറെയാണ്, നമ്മൾ വേറെയാണ്, നിങ്ങൾ വേറെയാണ്, ഞങ്ങളാണ് ഒറിജിനൽ, നിങ്ങളാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഒരു ഞെട്ടലേക്ക് ഞെട്ടി. കാര്യം 1976 തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു ഗോവധ നിരോധനത്തിന്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ പറയുന്നത് പാലിന്റെ ഉത്പാദനവും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു ഉത്തരവ് എന്നതിന് കർശനമായി എഴുതിയിട്ടുണ്ട്. സത്യമാണ്. അമ്മയുടെ പാല് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും കുടിച്ചിട്ടുള്ള പാല് പശുവിൻ പാല് തന്നെയാണ്. പശുവിനെ അറുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും കുടിച്ചത് പശുവിൻ പാല് തന്നെയാണ്. കൂടാതെ 1958 തമിഴ്നാട് സർക്കാരിന്റെ മൃഗസംരക്ഷണ നിയമത്തിൽ എടുത്തു പറയുന്നുണ്ട് 10 വയസ്സിന് താഴെയുള്ളവയെ അറക്കാൻ പാടില്ല. ഇനി അഥവാ 10 വയസ്സിന് മേലെ ഉള്ളതാണെങ്കിൽ പോലും പ്രജനനത്തിന് പറ്റാത്ത, ജോലികൾ ചെയ്യാൻ പറ്റാത്ത അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളാണെങ്കിലും വെറ്റിനറി സർജന്റെ എല്ലാം പരിശോധനകൾക്കും ഒടുവിൽ ലൈസൻസ് ഉള്ള അംഗീകൃതമായിട്ട് നിർമ്മിച്ചിട്ടുള്ള അറവുശാലകളിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നിരുന്നാൽ പോലും അതൊരു സങ്കടകരമായ ഒരു കാര്യമാണ്. സ്വന്തം അമ്മയെ അറുക്കാൻ കൊടുക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും ചിലർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ, പള്ളിയിലെ പുരോഹിതനെ അച്ഛാന്ന് വിളിക്കുന്നവനും ഉമ്മയെ ഭോഗിക്കുന്നതിനേക്കാളും പാപമാണ് ഷിർക്ക് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നവരും, കമ്മ്യൂണിസ്റ്റ് ദൈവങ്ങളെ തൊട്ടാൽ ഹൃദയം തകരുകയും മതവ്രണം പൊട്ടിയൊലിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഇതിൽ കയറി വാല് പിടിക്കാൻ വരണ്ട. കാര്യം നിങ്ങൾക്കൊക്കെ മതവികാരമുണ്ട്. അവരിതിൽ പറയാൻ വരണ്ട. വേറെ ആർക്കെങ്കിലും എനിക്കെതിരെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ഈ ഉത്തരവ് വരേണ്ട താമസം തമിഴ്നാട് പോലീസ് ചീഫ് സെക്രട്ടറി, ADGP തുടങ്ങിയവരെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കർശന നടപടികൾ സ്വീകരിച്ചുകൊണ്ടുള്ള സർക്കുലറുകൾ ഇറക്കുകയും അനധികൃതമായിട്ടുള്ള സ്ഥലങ്ങളിലോ ഇതുപോലെ കൂട്ടം കൂട്ടമായി പശുക്കളെ അറുക്കുകയോ ചെയ്യുന്നത് കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു, കർശനമായി വിലക്കിയിരിക്കുന്നു, ക്രമസമാധാനപരമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് പുണ്യമാണ് എന്ന് അവർ വിശ്വസിക്കുന്ന ജീവിയെ സംഘികൾ അവർക്കിട്ട് പണി കൊടുക്കാം എന്നുള്ള വ്യാജേന നിങ്ങൾ നടത്തുന്നത് ഒരു സമൂഹത്തെ മൊത്തത്തിലാണ്. ഒരു യുക്തിവാദിക്ക് ഇത് പറയാം. രാഷ്ട്രീയക്കാർ പച്ചയായിട്ട് മതവിശ്വാസങ്ങൾ പൂർണ്ണമായും അന്ധവിശ്വാസമാണെന്നും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ജൈനനും ബുദ്ധനും ഒക്കെ അന്ധവിശ്വാസമാണെന്നും ഈ പൊട്ടത്തരങ്ങൾ വിശ്വസിക്കുന്ന ഒരുത്തനെ ഞങ്ങൾക്ക് വേണ്ട എന്നും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇവരാരും പറയുന്ന കാര്യങ്ങൾക്ക് തുള്ളിക്കളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും ശക്തമായി പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിയിലുള്ള ആൾക്കാർക്കും വേണമെങ്കിൽ സംഘികളെ വിമർശിക്കാം. ഗോവധ നിരോധന നിയമം ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ശക്തമായി എതിർക്കാം. അല്ലാത്തവന്മാരാരും വാചകം അടിക്കാൻ വരരുത്. കൂടാതെ സുപ്രീം കോടതിയുടെ സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് അശുതോഷ് ലഹരി എന്ന കേസിലെ സുപ്രീം കോടതിയുടെ ഒരു നിർണായക വിധിയും ഉണ്ടായിരുന്നു. ഈ പശുവിനെ അറുക്കുക എന്നത് മുസ്ലിങ്ങളുടെ മതാചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിർബന്ധിത മതവിശ്വാസമല്ല എന്നുള്ളതാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ നാട്ടിൽ 1 കിലോ ബീഫിന് 400, 500, ചിലപ്പോൾ 600 രൂപ വരെ വിലയുണ്ട്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് ഇതേ വില കൊടുത്ത് പശുവിൻ്റെ ഇറച്ചി വാങ്ങുമോ? മുസ്ലിങ്ങൾ പോലും വാങ്ങില്ല. വീട്ടുകാരെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവധി ദിവസമോ പോത്തിറച്ചി വെക്കാം എന്നുള്ള ധാരണയിൽ നിങ്ങൾ കടയിൽ പോയി പോത്തിറച്ചി ചോദിക്കുമ്പോൾ ഇവിടെ പോത്തില്ല പശുവിൻ്റെ ഇറച്ചിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മേടിക്കത്തില്ല. നിങ്ങൾ 100% മേടിക്കത്തില്ല. പക്ഷേ ബക്രീദിന് ഇറക്കണം, മാസമായിട്ട് ഇറക്കണം. കാര്യം അത്രയും പോത്തുകളെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഈ ഇറച്ചി എല്ലാവർക്കും കൊടുത്തല്ലേ പറ്റും. ഇനി മുസ്ലിങ്ങളോട് എടുത്തു തന്നെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഈ ഹലാൽ അല്ലാത്ത ബീഫ് ഇറച്ചിയോ കോഴി ഇറച്ചിയോ ഒക്കെ നിങ്ങൾ ബക്രീദിന് കഴിക്കുമോ അല്ലെങ്കിൽ നോമ്പ് തുറക്ക് എടുക്കുമോ? എനിക്ക് തോന്നുന്നില്ല. പണ്ട് നിങ്ങൾ കഴിച്ചിരുന്നു. കാര്യം അന്ന് ഇതൊന്നും കിട്ടാനില്ല, നിങ്ങൾക്ക് അത് ഭക്ഷണം ഇറങ്ങണം, കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അത് കഴിച്ചിരുന്നു. ഇപ്പോൾ കഴിക്കില്ല. പലർക്കും നിർബന്ധമായിട്ടും ഹലാൽ നിർബന്ധമാണ്. അല്ലാത്ത ആൾക്കാർക്ക് എനിക്ക് ഹലാൽ എന്ന ഇറച്ചി വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്ന് പറയുന്ന മുസ്ലിമിനോട് ഗ്രേറ്റ് സല്യൂട്ട്. അപ്പോൾ മനസ്സിലാക്കുക, പോത്ത് എന്നത് വേറെ, അത് ഇറച്ചിക്ക് വേണ്ടി തന്നെ അറക്കുന്നതാണ്. അതിനെ ഇറച്ചിക്ക് വളർത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പോത്ത് ഇറച്ചി എക്സ്പോർട്ടേഴ്സ് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. ഗോവധ നിരോധന നിയമമാണ് ഇന്ത്യയിൽ പലയിടങ്ങളിലും നടപ്പിലാക്കിയിട്ടുള്ളത്. പശു മാംസമാണ്. അല്ലാതെ പോത്തിറച്ചി നിങ്ങൾക്ക് ഉത്തർപ്രദേശിലും കഴിക്കാൻ കിട്ടും,
ഗുജറാത്തിലും കഴിക്കാൻ കിട്ടും, പശ്ചിമ ബംഗാളിലും കഴിക്കാൻ കിട്ടും. തീരെ അങ്ങ് കഴുതകളായിട്ട് അഭിനയിക്കരുത് നിങ്ങളാരും. ഈ ഒരുമാതിരി ഞങ്ങൾക്ക് ഇത് കിട്ടിയാലേ ഇറങ്ങുള്ളൂ, ഉത്തർപ്രദേശിൽ ബീഫ് കിട്ടത്തില്ല. ഈ മമതാ ബാനർജിയുടെ പ്രധാനമായിട്ടുള്ള ഒരു ഇലക്ഷൻ പ്രചരണമായിരുന്നു BJP അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബീഫ് ഇറച്ചി തിന്നാൻ കിട്ടൂല എന്നൊക്കെ. എന്തായാലും വിജയും ഇതിനെപ്പറ്റി യാതൊന്നും മിണ്ടാതെ സർക്കാർ അധികാരികളെ അങ്ങ് ഏൽപ്പിച്ച് അത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആ വഴി നടത്തിക്കോളാൻ പറഞ്ഞിട്ട് പുള്ളി മിണ്ടാതെ നേരെ മോദിയെ കാണാൻ പോയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ അതിന്റെ വഴിക്ക് നടക്കും. പിന്നെ മുസ്ലിങ്ങളാണെങ്കിൽ പോലും പശുവിനെ അറുക്കും. അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ വലിയ കല്യാണ പരിപാടിയോ വലിയ ഫംഗ്ഷനൊക്കെ വല്ലതും നടക്കുമ്പോൾ ഒരു 100-500 കിലോ ഇറച്ചിയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 250 കിലോ ബീഫും കാണും, ബാക്കി പശുവും കാണും. എന്നാൽ ഈ കൊണ്ടുവന്നിരിക്കുന്ന ബീഫിൽ പശുവും പോത്തും കാളയൊക്കെ മിക്സ് ആണ് എന്ന് നിങ്ങൾ അനൗൺസ് ചെയ്തുകൊണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഞങ്ങളെ ഈ ഇറച്ചിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആരും ബീഫ് ബിരിയാണി വിളമ്പാറില്ല. വിളമ്പുമ്പോൾ ബീഫ് ബിരിയാണി. മനസ്സിലായല്ലോ? അനാവശ്യമായിട്ട് കുറെ ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ പച്ചയ്ക്ക് വിഘടനവാദം പറയുകയും പക്ക വർഗീയവാദം പറയുകയും ചെയ്യുമ്പോൾ അതിനുള്ളിലുള്ള സാധനങ്ങൾ തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നത് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള ഈ ഗോവധ നിരോധന നിയമമാണ് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൂടി തിരിച്ചറിയുക. ജയ് ഹിന്ദ്.